നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഭയന്ന് വിറയ്ക്കുമ്പോൾ ഇതാ അറബിക്കടലിൽ നിന്ന് അഭിമാനകരമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. ഇന്ത്യയുടെ ഊർജ സുരക്ഷ അപകടത്തിലാകുമെന്ന് കരുതിയ നിമിഷം നമ്മുടെ ഇന്ത്യൻ നാവികസേന നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും അമേരിക്കയും എല്ലാം ചേർന്നുള്ള കടുത്ത സംഘർഷത്തിനിടയിലൂടെ ഇന്ത്യൻ കുടുംബങ്ങളുടെ അടുക്കള കെടാതെ കാക്കാൻ ലക്ഷക്കണക്കിന് ടൺ പാചകവാതകവുമായി 2 കൂറ്റൻ ടാങ്കറുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയാണ്. അത് വെറുതെയല്ല. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ ഉരുക്കു കവചത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ മുന്നിലുള്ള ഈ മാപ്പ് ശ്രദ്ധിക്കുക. 2 പ്രധാനപ്പെട്ട ടാങ്കറുകളാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ സംരക്ഷണയിലുള്ളത്. ഒന്ന് ശിവാലിക്, രണ്ടാമത്തേത് നന്ദാദേവി. ഹോർമോസ് കടലിടുക്ക് പോലുള്ള അതീവ അപകടം പിടിച്ച മേഖലയിലൂടെയാണ് ഇവ കടന്നുവരുന്നത്. ഇറാനിലെ അസലൂയ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ശിവാലിക് ടാങ്കറിന് സുരക്ഷയൊരുക്കാൻ 2 ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കൂടെയുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം UAE-യിൽ നിന്ന് വരുന്ന 2ാമത്തെ ടാങ്കറായ നന്ദാദേവിയെ സഹായിക്കാനായി 2ാമത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. കൂടാതെ മറ്റൊരു ഇന്ത്യൻ യുദ്ധക്കപ്പലും ഈ സുരക്ഷാ ദൗത്യത്തിൽ പങ്കുചേരാൻ തയ്യാറായി നിൽക്കുന്നതായും മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കടലിൽ ഒരേ സമയം ഒന്നിലധികം ടാങ്കറുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ഒരു വമ്പൻ കോർഡിനേഷൻ ഓപ്പറേഷനാണ് ഇന്ത്യൻ നേവി ഇവിടെ നടത്തുന്നത്. ഏകദേശം 13 നോട്ട്സ് വേഗതയിൽ ഈ കപ്പലുകൾ മുന്ദ്ര, കണ്ട്ല തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. എന്തിനാണ് ഈ അകമ്പടി എന്ന് ചോദിച്ചാൽ മേഖലയിലെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ഭീഷണികളും തന്നെ കാരണം. പക്ഷേ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ഇവിടെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ശത്രു രാജ്യങ്ങൾക്കോ കടൽ കൊള്ളക്കാർക്കോ തൊടാൻ കഴിയാത്ത വിധം സജ്ജമാണ് നമ്മുടെ നാവികക്കരുത്ത്. ഇറാനുമായി നടത്തിയ കൃത്യമായ നയതന്ത്ര ചർച്ചകളിലൂടെ ഈ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ്. 85,000 മെട്രിക് ടൺ LPG ആണ് ഈ കപ്പലുകളിൽ ഉള്ളത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 65 ലക്ഷം സിലിണ്ടറുകൾ നിറയ്ക്കാനുള്ള ഗ്യാസ്. ഈ കപ്പലുകൾ തടയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യയിൽ വലിയൊരു ഇന്ധനക്ഷാമം ഉണ്ടായേനെ. എന്നാൽ ഇന്ത്യൻ നാവികസേന കപ്പലുകളെ നടുക്കടലിൽ ഏറ്റെടുത്തതോടെ ആ ഭീഷണി ഒഴിവായിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ പലതും ഈ മേഖലയിലൂടെ കപ്പലുകൾ അയക്കാൻ മടിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം പതാക പാറുന്ന ടാങ്കറുകളെ ധീരമായി മുന്നോട്ട് നയിക്കുകയാണ്. ഇത് കേവലം ഒരു ചരക്ക് നീക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് എത്രത്തോളം വിലയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. മാർച്ച് 16 ഈ കപ്പലുകൾ ഗുജറാത്തിലെ തീരങ്ങളിൽ എത്തും. മറ്റൊരു വശം കൂടി ഉള്ളത്, അബദ്ധത്തിലെങ്കിലും ടാങ്കറുകൾക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അടുത്തുള്ള ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഈ ടാങ്കറുകൾക്ക് ചുറ്റും ഒരു അദൃശ്യ കവചം തീർത്താണ് സഞ്ചരിക്കുന്നത്. ഡ്രോണുകളെ നേരിടാൻ പ്രധാനമായും 3 വഴികളാണ് നാവികസേന ഉപയോഗിക്കുന്നത്. കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ ഡ്രോണുകളെ കണ്ടെത്താനും ബാരാക്ക് 8 പോലുള്ള ആധുനിക മിസൈൽ ഉപയോഗിച്ച് അവയെ വായുവിൽ വെച്ച് തകർക്കാനും ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് സാധിക്കും. മറ്റൊന്ന് റാപ്പിഡ് ഫയർ ഗണ്ണുകളാണ്. ഡ്രോണുകൾ കപ്പലിന് വളരെ അടുത്തെത്തിയാൽ മിനിറ്റിൽ 5000-ഓളം വെടിയുണ്ടകൾ പായിക്കുന്ന AK-630 തോക്കുകൾ ഉപയോഗിച്ച് അവയെ നിശേഷം തകർക്കാം. മറ്റൊന്ന് സിഗ്നൽ ജാമിംഗ് ആണ്. ഡ്രോണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ശക്തമായ ഇലക്ട്രോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് അവയെ കടലിൽ വീഴ്ത്താനും നമ്മുടെ നാവികസേനയ്ക്ക് കഴിയും. ചുരുക്കത്തിൽ ടാങ്കറിന് സ്വന്തമായി പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലെങ്കിലും കൂടെയുള്ള ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഉള്ളിടത്തോളം കാലം ഒരു ഡ്രോണിനും ഈ ടാങ്കറുകളെ തൊടാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായി ഇതിനെ കാണാം. സ്വന്തം പൗരന്മാരുടെ ആവശ്യങ്ങൾക്കായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കാവലായി നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് നമുക്ക് വലിയൊരു സല്യൂട്ട് നൽകാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.